ആദ്യം നമുക്കങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകാം. കാരണം കഴിഞ്ഞ തവണ ബജറ്റിന് ശേഷം ഇപ്പോഴാണ് സെയ്ഫിനെ ജുബയിട്ട് കാണുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ സെയ്ഫ നമുക്കൊന്ന് പൂർണ്ണമായിട്ട് എന്താണ് മുണ്ടാണോ അതിന് കൂടെ പെയർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടില്ല. ആദ്യം ഔട്ട്ഫിറ്റ് ഒന്ന് ഞങ്ങളൊന്ന് കാണട്ടെ ഭംഗിയായിട്ട്. ഒന്ന് ക്യാമറാമാനോട് പറയൂ. ഉണ്ണി എന്നെ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കാനാ ഉണ്ണി. ഇതാണ് നമ്മുടെ ലുക്ക്. ഞാനേ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിന്റെ മുന്നിൽ വലിയൊരു അത്തം ഇട്ടിട്ടുണ്ട്. ഉണ്ണി അത് കാണിച്ചു തരും, നോക്കിക്കോളും. അത് അനന്തശയനമാണ്. അത് ഒരു ദിവസത്തെ പണി പോരാ, കാരണം അത് ഭീകരമായത്. ഞാനത് വന്നപ്പോഴാലോചിക്കണം, ഇത് എവിടെ ഇത് തുടങ്ങി എവിടെ ഇത് അവസാനിപ്പിച്ചു എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മളൊരു ഓഫീസിലൊക്കെ അതിട്ടുണ്ടെങ്കിൽ പോലും ഒരു 4-5 മണിക്കൂറാണ്. ഇതൊരു 1-1.5 ദിവസത്തെ പണിയാണ് തോന്നുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വമ്പൻ സാധനം, ഒരു അടിപൊളി അത്തം. അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ഉണ്ട്. അതിനുശേഷം ഇവിടെ തിരുവാതിര പരിപാടിയുണ്ട്. തിരുവാതിര കളിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഉള്ള ആൾക്കാരിൽ നിന്ന് പ്രതികരണത്തിലൊക്കെ പോകണമെന്നുണ്ട് ജിൽസി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ഇവിടെ കൂടുതലായിട്ട് വരുന്ന ഈ തെലങ്കാന, ആന്ധ്ര പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ്. അവസരം നമ്മൾ ഏറെ കയറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നത്. ഇവിടെ എന്താ തിരുവാതിര ആണോ? എന്താ എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്? ഞങ്ങൾ ടീമാണ്, കളിക്കുന്ന ടീമാണ്. പ്രൊഫഷണൽ ടീമാണ്? പ്രൊഫഷണൽ അല്ല, ആയി വരുന്നേ ഉള്ളൂ. വേറെ പ്രൊഫഷണൽ സൈഡായിട്ട് ചെയ്യുന്നു. ഇത് എല്ലാ വർഷവും നിങ്ങൾ തന്നെയാണ്? കഴിഞ്ഞ വർഷം ഞങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വിളിച്ചു. അങ്ങനെ ആയിരിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ ഉണ്ട്. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? ഞങ്ങളിത് പ്രാക്ടീസ് 2 ദിവസത്തെ പ്രാക്ടീസാണ്. നിങ്ങൾ അത്ര എക്സ്പെർട്ടാണ്? കാണുമ്പോ അറിയാം. അതെ, ഇത് കഴിഞ്ഞ ഉടനെ അല്പസമയത്തിനകം തന്നെ തിരുവാതിര പരിപാടിയുണ്ട്. ഓണൊക്കെ ഉടമ്പരായി? ഓണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അമ്പലത്തിലൊക്കെ കയറിയാ? അമ്പലത്തിൽ കയറിയില്ല, നമ്മൾ അത്തം കാണാം. പരിപാടി എന്തൊക്കെയാ പരിപാടി? പരിപാടിയൊന്നുമില്ല. ഓണം കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞ് വീട്ടിലോട്ടൊന്ന് പോകണം. വീട്ടിൽ പോയി സദ്യയൊക്കെ കൊണ്ടിട്ട് അവിടെ ക്ലബ്ബിൽ പരിപാടിയുണ്ട്. ഓണപരിപാടിയാ? ഓണപരിപാടിയുണ്ട്. ഇന്നേരം മൊത്തം വീട്ടിൽ കൂട്ടുകാരോടൊക്കെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്? വീട്ടിലുള്ള ക്ലബ്ബുണ്ട്. ക്ലബ്ബിൽ പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പഠിക്കണോ? അല്ല, ജോലി ചെയ്യുന്നുണ്ട്. ഹാപ്പി ഓണം. അതിന് ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഇവിടെ മാത്രമല്ല ജിൽസി, ഇത് പല സ്ഥലങ്ങളിൽ ഈ തിരുവനന്തപുരത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും തിരക്കുണ്ട്. കനകക്കുന്നായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കേട്ടോ. കാരണം അവിടെയാണ് ഇതിന്റെ ആഘോഷത്തിന്റെ ഒരു മേളമെല്ലാം ഉള്ളത്. ഇത്തവണ പക്ഷെ അതില്ല. കാരണം സർക്കാരിന്റെ ഓണാഘോഷം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അങ്ങനെ ഒരു ആഘോഷ പരിപാടിയിലേക്ക് പോകുന്നില്ല. അത് വലിയ നഷ്ടമാണ് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച്. തെക്കൻ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഏതാണ്ട് ഒരു 6-7 ദിവസം വന്ന് ഇവിടെ തീർക്കുന്നതാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ അവർക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആഘോഷത്തിന് ഒരു വലിയ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഘോഷം കുറച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് മാത്രമേ കുറവുള്ളൂ. അല്ലാത്ത ആഘോഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സെയ്ഫ് അതുകൊണ്ട് തന്നെയുണ്ട്. കാരണം മൊത്തമായിട്ട് ദീപാലങ്കൃതമായ ഒരു നഗരത്തെ നമ്മളിങ്ങനെ കാണുമായിരുന്നു. കാരണം ഓണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അതൊന്നും ഇത്തവണ ഉണ്ടാവില്ല, മിസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് നമ്മൾ വരെ പുറത്തു വരാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെങ്കിൽ പോലും ഇത്തവണ അതൊരു വലിയ നഷ്ടമാണ് തിരുവനന്തപുരത്തുകാർക്ക്, അല്ലേ? അത് നഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, ഡിസംബർ മാസം ഞങ്ങളുടെ ആഘോഷത്തിന്റെ ഒരു മാസമായിരുന്നു. ഡിസംബർ ആദ്യ ആഴ്ചയിൽ സ്കൂൾ കലോത്സവം നടക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ കേരളീയം പരിപാടി നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ IFFK നടക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന്റെ നമ്മളൊരു ക്ഷീണമുണ്ട്. അത് ആ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ആടിയൊക്കെ തീർത്തു. ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു ക്ഷീണം ഡിസംബറിൽ നമുക്ക് തീർക്കാൻ തോന്നും. അവിടെ അങ്ങനെ താളമേളങ്ങളൊക്കെ പൊടി പൊടിക്കുകയാണ്. നമ്മൾ കണ്ടു, ഒരു പൂച്ചൻ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ഒരു വലിയ അധ്വാനമാണ്. ഇനിയൊരു തിരുവാതിരയൊക്കെ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നുണ്ട്. സർക്കാർ വക ആഘോഷങ്ങൾക്ക് മാത്രമേ കുറവുള്ളൂ, മറ്റ് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ വീടുകളിലും നമ്മളൊക്കെ മിതമായ രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട്. സെയ്ഫ്, അപ്പോൾ ഇന്നത്തെ മറ്റ് ഓണ പരിപാടികൾ എന്തൊക്കെയാണ്? ഇത് കഴിഞ്ഞ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ ശേഷം ആരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറാനാണ് ഇന്നത്തെ പ്ലാൻ? രാവിലെ ഒരു 9 മണിയാകുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലോട്ടൊന്ന് ഓണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ നമ്മൾ വിളിച്ചായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വരണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ നൈസ് നമ്മൾ പറഞ്ഞു, 9 മണി കഴിയുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇടിച്ച് കയറാനൊരു സ്പേസ് ഇല്ല. പക്ഷെ നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് ബിരിയാണി മേടിച്ചു.
ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓണത്തിന് ചിക്കൻ ബിരിയാണി കൊണ്ട് തൃപ്തിപ്പെടാനാണ് സൈഫിന്റെ തീരുമാനം. സൈഫിന്റെ വിധി എന്ത് ചെയ്യാനാണ് അല്ലേ? ശരി, എന്തായാലും ചിക്കൻ ബിരിയാണെങ്കിൽ ചിക്കൻ ബിരിയാണി. സൈഫ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർ എന്തൊക്കെയാണെങ്കിലും സേഫ് ആയിട്ട് ശരീരമൊക്കെ നോക്കി, അത് ബിരിയാണി ആണെങ്കിലും സദ്യ ആണെങ്കിലും അതൊക്കെ കഴിച്ചിട്ട് റിപ്പോർട്ടിങ്ങിന് പോയാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോട്ടെ സേഫ്. കൂടുതൽ ഓണവിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ വരാം.